ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് അങ്ങനെ സുഗമമായി പോയിക്കൊണ്ടിരിക്കുക, വളരെ എഫിഷ്യൻ്റായിട്ട് പോവുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോളേജിലായിരുന്നെങ്കിൽ ഒരു ആഴ്ചയിൽ എനിക്ക് ഒരു ദിവസമേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഇപ്പം ഏകദേശം നമ്മൾ ഒരു മൊഡ്യൂൾ തീർത്തു. ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞിട്ട് ആ മൊഡ്യൂൾ അങ്ങ് തീർന്നു. ഇത് ചിലപ്പം 1.5 മാസം 2 മാസം കൊണ്ടൊക്കെ ചിലപ്പം എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇടയ്ക്ക് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം സമരക്കാർ വരും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ വരും, അവർക്ക് സമയം കൊടുക്കണം. പിന്നെ കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് റെഗുലർ ക്ലാസ്സിൽ ഇത്രയും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യം പോലെ അത് കാണുകയും നോട്ട് അയച്ചു തരികയും നമ്മുടെ ക്ലാസ് ഇങ്ങനെ വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം ഒരു സിസ്റ്റം തീർന്നു, അടുത്ത സിസ്റ്റത്തിലോട്ട് പോവുക. അപ്പോൾ ഓരോ സിസ്റ്റമായിട്ട് നമുക്ക് ഇങ്ങനെ തീർക്കാം. പരീക്ഷ വരുമ്പോൾ നമ്മളെല്ലാം പഠിച്ച് നല്ല സന്തോഷമായിട്ട് മിടുക്കരായിട്ട് പരീക്ഷയൊക്കെ എഴുതും. ഈ പ്രാവശ്യം നല്ല മാർക്ക് പിടിച്ചോണേ എല്ലാവരും. അപ്പോൾ ഇനി നമ്മൾ ഓസ്മോ റെഗുലേഷൻ കഴിഞ്ഞു. ഓരോ സിസ്റ്റവും എഫിഷ്യൻ്റായിട്ട് റൺ ചെയ്യാനായിട്ട് അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെങ്ങനെയാണ് ഒരു വീട് പണിയാൻ നേരത്ത് വയറിങ് ചെയ്യണം, പ്ലംബിങ് ചെയ്യണം. അപ്പോൾ പ്ലംബിങ് ചെയ്യാനായിട്ട് പ്ലംബറെ വരുത്തും. അപ്പോൾ അവരതിനായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള പൈപ്പും കുഴലും എല്ലാം കൊണ്ടുവരും. ഇലക്ട്രീഷ്യനെ വരാൻ നേരത്തെ അയാൾ സ്വിച്ചുകൾ, മെയിൻ സ്വിച്ച്, മുറിക്കകത്തുള്ള സ്വിച്ചുകൾ, വയറുകളെല്ലാം കൊണ്ടുവരും. അപ്പോൾ ഓരോ സിസ്റ്റത്തിനും സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ വേണം. അതേപോലെ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റം പഠിച്ചപ്പോൾ ബ്ലഡിനകത്തുള്ള വേസ്റ്റ് മെറ്റീരിയലിനെ അരിക്കാനുള്ള അരിപ്പ പോലത്തെ സാധനങ്ങളൊക്കെ ടിഷ്യൂ എന്താ പറയുക നെഫ്രോൺസ് ഒക്കെ ഉണ്ട്. അത് വളരെ എഫിഷ്യൻ്റായിട്ട് നൈട്രോജിനസ് വേസ്റ്റ് മെറ്റീരിയലിനെ അരിച്ചു മാറ്റി. ഇവിടെ നമുക്ക് അടുത്ത സിസ്റ്റം എന്ന് പറഞ്ഞാൽ നെർവസ് സിസ്റ്റം. അടുത്തത് നെർവസ് സിസ്റ്റം. ഓരോ സിസ്റ്റം പഠിക്കുമ്പോൾ അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ്, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫങ്ഷൻ, എങ്ങനെയാണ് ഈ സിസ്റ്റം എഫിഷ്യൻ്റായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പം നെർവസ് സിസ്റ്റത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ഉണ്ട്. എന്താ ടിഷ്യൂസ്? ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് സ്പെഷ്യലൈസ്ഡ് ഫോർ പെർഫോമിങ് സ്പെസിഫിക് ഫങ്ഷൻ. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലംബറിൻ്റെ ജോലി എന്താ? വീട്ടിൽ വെള്ളമൊക്കെ വരുത്തുക. ഇലക്ട്രീഷ്യൻ്റെ വഴി വീട്ടിൽ കറണ്ട് വരുത്തുക. അതുപോലെ ഇവിടെ ഓരോ സിസ്റ്റത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ഉണ്ട്. നെർവസ് സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് നെർവസ് ടിഷ്യൂസ് ആൻഡ് ദ നെർവസ് ടിഷ്യൂ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് made up of a group of specialized cells and these cells are called nerve cells or neurons. Nervous system is composed of specialized cells and these cells are called neurons. ഇവരുടെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യും. പലതരത്തിലുള്ള നമ്മൾ എക്സ്റ്റേണൽ ഔട്ടർ ബോഡിയിലോ അല്ലെങ്കിൽ ഇന്റേണൽ എൻവയോൺമെൻറ്റിലോ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലോ ഉള്ള സിഗ്നൽസ് റിസീവ് ചെയ്യുക, അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇത് ഫസ്റ്റ് നമുക്ക് സ്ട്രക്ചർ പഠിക്കാം. ഈ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിക്കാം. ഓരോന്നായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. എങ്ങനെയാണ് സിഗ്നൽസ് ഈ നെർവിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാം. സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ഇത് ചോദിക്കും, മിക്കവാറും ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം, നിങ്ങൾ ഈ നെഫ്രോണും ന്യൂറോണും തമ്മിൽ തെറ്റിപ്പോകരുത്. ചില പിള്ളേർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുമ്പ് ആൻസർ ചെയ്യാൻ തുടങ്ങും. അവർക്ക് ചിലപ്പോൾ എല്ലാം അറിയായിരിക്കും, പക്ഷേ നെഫ്രോൺ ആണോ ന്യൂറോൺ ആണോ ചോദിച്ചേക്കുന്നതെന്ന് വ്യക്തമാക്കിയതിന് ശേഷം വേണം പരീക്ഷ എഴുതാൻ. ന്യൂറോൺ എന്ന് പറയാം. എന്നിട്ട് നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയേക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസിനെയാണ് പറയുന്നത് ന്യൂറോൺ. ആ ന്യൂറോൺ എങ്ങനെയാണെന്ന് നോക്കാം. ഈച്ച് ന്യൂറോൺ consists of a cell body. Each neuron consists of a cell body and it is irregularly shaped. ഒരു സാധാരണ സെല്ല് തന്നെയാണ്. ഇതിന്റെ ഫങ്ഷൻ നിറവേറ്റാൻ വേണ്ടി കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വെച്ചേക്കോ. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം.
അതിൻ്റെ സ്ട്രക്ചർ പറയുകയാണ്. കൺസിസ്റ്റ് ഓഫ് എ സെൻട്രൽ അല്ലെങ്കിൽ എ ബോഡി, ഒരു സെൽ ബോഡി, ആൻഡ് ദിസ് സെൽ ബോഡി ഈസ് കോൾഡ് സോമ. Inside the cell, it is irregularly shaped. Inside the cell body, there is a cytoplasm, and this cytoplasm is called a neuroplasm. Neuroplasm. And there is a centrally located nucleus. Inside the nucleus, there is a conspicuous nucleolus. വളരെ വ്യക്തമായിട്ട് കാണാവുന്ന ഒരു ന്യൂക്ലിയോളസ് ഉണ്ട്. ന്യൂക്ലിയസ്, സെൻട്രലി ലൊക്കേറ്റഡ് ന്യൂക്ലിയസ്, ആൻഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ദർ ഇസ് ക്രോമാറ്റിൻ ഗ്രാന്യൂൾസ് ആൻഡ് എ പ്രോമിനന്റ് ന്യൂക്ലിയോളസ്. സാധാരണ എല്ലാ സെല്ലിലും ഉള്ളതുപോലെ ഇവിടെയും ദ ന്യൂക്ലിയോപ്ലാസം കണ്ടെയ്ൻസ് ദ യൂഷ്വൽ സെൽ ഓർഗനൈസ് ലൈക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി, മൈറ്റോകോൺട്രിയ എക്സെട്ര. അങ്ങനെയുള്ള സാധാരണ എല്ലാ സെൽ ഓർഗനൈലുകളും ഉണ്ട്. ബട്ട് ദിസ് ന്യൂറോൺസ് ആർ devoid of centrioles, devoid of centrioles, and hence neurons cannot divide. ഈ സെൽ ഡിവിഷന്റെ സമയത്ത് സെൻട്രിയോൾസ് വേണം ക്രോമസോംസിനെ രണ്ട് ഡോട്ടർ സെല്ലിലോട്ടും വലിച്ചുകൊണ്ട് പോകാൻ. അതൊന്നും ഇവർക്കില്ല. അപ്പൊ ഇവര് ഡിവൈഡ് ചെയ്യുന്നില്ല. The neurons are devoid of centrioles, and hence neurons cannot divide. And ഇവിടെയാണെങ്കിൽ സെല്ല് ഇറഗുലർലി ഷേപ്ഡ് സെൽ ബോഡി, and inside the cell body cytoplasm is there, and the cytoplasm is called a nucleoplasm. And there is a centrally located nucleus. Inside the nucleus there is chromatin reticulum and nucleolus. And arising from the cell body, there are several cytoplasmic processes, and one of the process is long. One of the process is long and unbranched, and the others are short but they are branched. From the cell body, several cytoplasmic processes arises, of which one branch is long and unbranched, and this long unbranched extension is called axon, and the protoplasm inside the axon is called axoplasm. And the junction between the cell body and the axon is called axon hillock. And this axon is branched. This axon is branched at its tip. ഈ ടിപ്പിൽ വരുമ്പം ഈ ആക്സോൺ ഒന്ന് ബ്രാഞ്ച് ചെയ്യുന്നു. The axon is branched at its tips, and this axonal endings and these branches of the axon is called telodendrite.
telodendrites, and these telodendrites end in certain swellings. These telodendrites, these axonal endings are called telodendrites, and the telodendrites end in certain knob-like structures. These knob-like structures present at the tip of the telodendrite is called synaptic knob. Synaptic knob. And the junction between the cell body and the axon is called axon hillock. The small, certain processes are small but branched, and these small branched extensions from the cell body is called dendrite. അപ്പോൾ ഇതിനകത്ത് ഈ ന്യൂക്ലിയോപ്ലാസത്തിൽ സാധാരണ ഒരു സെല്ലിനകത്ത് കാണുന്ന സാധനങ്ങൾ മൈറ്റോകോൺട്രിയ ആണെങ്കിലും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അവരൊക്കെ തന്നെയുണ്ട്. പക്ഷെ സെൻട്രിയോൾ ഇല്ല. In addition to all the usual cell organelle, the neuron consists of certain other structures. They are certain granular bodies, and these granular bodies found inside the neuron. ന്യൂറോണിനകത്ത് മാത്രം, ഇത് ന്യൂറോണിനകത്ത് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ, ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ്. These granular structures found inside the nucleoplasm of a neuron is called Nissel's granules. Nissel's granules. Nissel's ഇത് ഡിസ്കവർ ചെയ്തതാണ്, അതിന്റെ പേര് വെച്ചിട്ടാണ് Nissel granules. And what are Nissel granules? Nissel granules are certain granular bodies found inside the nucleoplasm of a neuron. These structures are found only in neurons. And then this is nothing but rough endoplasmic reticulum. Endoplasmic reticulum outer membrane, the outer membrane of the endoplasmic reticulum is studded with the ribosomes, and the function is the protein synthesis. Protein synthesis ആണ് ഇവരുടെ ഫംഗ്ഷൻ. ഇവരിങ്ങനെ ഗ്രാനുലർ ബോഡീസ് പോലെ ഇരിക്കും. അതിനകത്ത് ഇങ്ങനെ ന്യൂക്ലിയോപ്ലാസത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുക. നിസിൽ ഗ്രാനുൾസ് എന്നോ നിസിൽ ബോഡീസ് എന്നോ പറയും. ഇത് ഈ നെർവസ് ന്യൂറോണിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിനകത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, പക്ഷെ അവരൊരു റെറ്റിക്കുലം പോലെയാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമ്മൾ പറയുന്നത്? ഒരു സെല്ലിൻ്റെ അകത്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കാൻ നേരത്ത് ഒരു സാധാരണ സെല്ലിന്റെ ഇന്നർ പോർഷൻ എന്ന് പറയുന്നത് ഗ്രാനുലർ ആയിരിക്കും, ഔട്ടർ എന്ന് വെച്ചാൽ കുറച്ച് ക്ലിയർ ആയിരിക്കും സെല്ലിന്റെ. ആ ഗ്രാനുലർ ആയിട്ടുള്ള ഇന്നർ പോർഷൻ ഈസ് കോൾഡ് എൻഡോപ്ലാസം. എൻഡോപ്ലാസത്തിൽ ചില നെറ്റ്വർക്ക് പോലെ കിടക്കുന്ന ചില സംഭവങ്ങളുണ്ട്, ഇങ്ങനെ നെറ്റ്വർക്ക് പോലെ. അത് അതിനകത്ത് സെല്ലിനകത്തുള്ള വഴികൾ, സെല്ലിനകത്ത് വെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന വഴികളാണ്. ഇൻട്രാ സെല്ലുലാർ ഒരു ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം വഴികളാണ്. ആ വഴികളായതുകൊണ്ട് അവർ എൻഡോപ്ലാസത്തിൽ കാണുന്നതുകൊണ്ടാണ് അവർ പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പം സെല്ലിനകത്തുണ്ടാകുന്ന സാധനങ്ങളെല്ലാം ഈ വഴി കൂടിയാണ് പോകുന്നത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. പക്ഷെ അത് നമ്മൾ അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പം ഒരു നെറ്റ്വർക്ക് പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് അവരെ എൻഡോപ്ലാസത്തിൽ കാണുന്ന നെറ്റ്വർക്ക് പോലെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ അവരെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് ഗ്രാനുൾസ് പോലെ ഇരിക്കുന്നത്, അതുപോലെ അല്ല ഇരിക്കുന്നത്. ഇവിടെ ഗ്രാനുൾസ് പോലെ ഇരിക്കുന്നത്. അത് മാത്രമല്ല ഇവരുടെ ഔട്ടർ സർഫസിൽ പിന്നെ റൈബോസോംസ് ഇങ്ങനെ സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പ്രോട്ടീൻ സിന്തസിസ്. ഇത് സ്പെഷ്യൽ സ്ട്രക്ചറിന്റെ പേര് നിസിൽ ഗ്രാനുൾസ്, ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ്. പിന്നെ there are certain other structures present only in neurons. They are called neurofibrils. ഇങ്ങനെ ഫൈബ്രിൽ പോലെ ഇതിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. They are called ന്യൂറോൺസിന്റെ അകത്ത് കാണുന്ന ഫൈബ്രിലർ സ്ട്രക്ചർ ആയതുകൊണ്ട് നമുക്ക് അവരെ ന്യൂറോ ഫൈബ്രിൽസ് എന്ന് പറയാം. ഇത് ന്യൂറോഫൈബ്രിൽസ് ആ സൈറ്റോസ്കെലറ്റൽ സ്ട്രക്ചേഴ്സ്. സൈറ്റോസ്കെലറ്റൻ എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ അകത്ത് പലതരം മൂവ്മെന്റ് ഉണ്ട്. സെല്ലിനകത്തുള്ള സാധനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കണം. സെല്ലിന്റെ അകത്തുള്ള സൈറ്റോപ്ലാസ്മിന്റെ സ്ട്രീമിംഗ് മൂവ്മെന്റിനെ പറയുന്നത് സൈക്ലോസിസ്. അപ്പൊ അങ്ങനെയുള്ള മൂവ്മെന്റ്സ്
അങ്ങനെ പല കാര്യങ്ങളും ഒരു സ്ഥലത്തുണ്ടായ സാധനങ്ങളെ പിന്നെ മൂവ് ചെയ്തിട്ട് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകണം. സെല്ലിൻ്റെ അകത്തോട്ട് പല ആൾക്കാരും കയറി വരുന്നുണ്ട്, അവരെ ലൈസോസോമിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകണം. അങ്ങനെ പല തരം മൂവ്മെന്റ്സുകളുണ്ട്. അപ്പൊ ഇവരൊരു വണ്ടി പോലെ ഇവർ ആക്ട് ചെയ്യുന്നത്. ഇവർ കയറിയിട്ട് ആൾക്കാരെ പല സ്ഥലത്തോട്ടും കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ഇവിടെ ഉണ്ടായ സാധനങ്ങളെ നമുക്ക് ഇവിടോട്ടൊക്കെ കൊണ്ടുപോകണം, ആക്സോണിലോട്ടൊക്കെ കൊണ്ടുപോകണം. അങ്ങനെയുള്ള സെല്ലുലാർ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ് ആണ് these neurofibrils. These neurofibrils are cytoskeletal structures help in the movement of various particles within the cell. സെല്ലിൻ്റെ അകത്തോട്ടും ആ ന്യൂക്ലിയോപ്ലാസത്തിലും ആക്സോപ്ലാസത്തിൽ കൂടെയൊക്കെ മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതൊരു സെല്ല് തന്നെയല്ലേ, അപ്പൊ സെല്ലിന്റെ ഔട്ടർ മെമ്പറൈൻ ഇസ് കോൾഡ് പ്ലാസ്മ മെമ്പറൈൻ. ആൻഡ് സെല്ല്, സൈറ്റോപ്ലാസം, പ്ലാസ്മ മെമ്പറൈൻ എല്ലാം ഇവിടെ തന്നെയുണ്ട്. ഇവിടെ പിന്നെ ഈ ആക്സോണിന്റെ ഔട്ടർ സർഫസ് ഓഫ് ഈ പ്ലാസ്മ മെമ്പറൈൻ, ഇത് പ്ലാസ്മ മെമ്പറൈൻ ആണ്. പ്ലാസ്മ മെമ്പറൈൻ്റെ ഔട്ടർ സർഫസ് ഓഫ് ദ പ്ലാസ്മ മെമ്പറൈൻ ഇസ് കവേർഡ്. ഇതൊരു പിന്നെ ഇലക്ട്രിക് കറണ്ട് ആണ് കേട്ടോ ഇതിൽ കൂടെ പോകുന്നത്. ഈ നെർവ്സിൽ കൂടെ പോകുന്നത് സിഗ്നൽസ് ആണ്. ആ സിഗ്നൽസ് നമ്മുടെ ഇലക്ട്രിസിറ്റി എങ്ങനെയാണോ ഒരു കമ്പി കൂടെ പോകുന്നത് അതുപോലെ തന്നെ ഞാൻ മെസ്സേജസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കും. അപ്പം നിങ്ങൾക്ക് പറയാം ഇതൊരു പിന്നെ ഇലക്ട്രിക് സിഗ്നൽസ് തന്നെയാണ്. അപ്പം നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക് വയർ വലിക്കാൻ വരുന്ന ആള് വെറുതെ ചെമ്പകമ്പിയും കൊണ്ടാണോ വരുന്നത്? നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചെമ്പകം തോന്നും. അതിൻ്റെ ചുറ്റും ഒരു പ്ലാസ്റ്റിക് ചുമപ്പ് മഞ്ഞ കളറിലൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഈ സിഗ്നൽസ് വെളിയിലോട്ട് സ്പ്രെഡ് ചെയ്ത് പോകാതെയും ഈ സിഗ്നൽസ് വളരെ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ദിസ് ആക്സോൺ ഈസ് കവേർഡ് ബൈ an insulating sheath, and this sheath is called a myelin sheath. Myelin sheath. ഇതിൽ കൂടി ഇങ്ങനെ സിഗ്നൽ ഇങ്ങനെ പോവുക. മെയിനായിട്ട് സിഗ്നൽ ഈ ആക്സോണിൽ കൂടെയാണ് പോകുന്നത്. ആൻഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തുവാ ഷോർട്ട് ബ്രാഞ്ച് ഇവര് ഡെൻഡ്രൈറ്റ്സിന്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ദേ carry messages to the signals and messages to the cell body, and this axon carry messages or signals from the cell body ന്ന് ഇങ്ങോട്ട് കൊടുക്കും. അതാണ് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് സിഗ്നൽസ്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. ഇവിടുന്നാണെങ്കിൽ സിഗ്നൽസ് ഇവിടുന്ന് സെൽ ബോഡിയിലോട്ട് ഇങ്ങനെ സിഗ്നൽസ് വരും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് സിഗ്നൽസ് ട്രാൻസ്മിഷൻ നമുക്ക് പഠിക്കും. അപ്പോൾ ആക്സോണിന്റെ outer to the plasma membrane there is a covering, and this covering is called this coating or sheath is called a myelin sheath, and this myelin sheath is formed of certain specialized cells, and these specialized cells are called Schwann cells. ഇങ്ങനെ സെല്ലുകളുണ്ട്, സെല്ല് വെച്ചിട്ടുണ്ട്, and these cells are called Schwann cells. ഈ മൈലിൻ ഷീത്ത് ഉണ്ടല്ലോ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഷീത്ത് അല്ല, ഒരു ലെയർ അല്ല. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു വെടവുണ്ട്. ദിസ് ഷീത്ത് ഇസ് നോട്ട് കണ്ടിന്യൂസ്. ഇറ്റ് ഈസ് ബ്രോക്കൺ അപ്പ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ബൈ സർട്ടൻ കൺസ്ട്രിക്ഷൻസ്. ചില കൺസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ചില കൺസ്ട്രിക്ഷൻസ് ഉണ്ട്. Myelin sheath is not continuous, and it is broken up at regular intervals, and these the regular intervals by certain constrictions, and these constrictions are called. This myelin sheath is not continuous. It is interrupted at regular intervals by certain constrictions.
like kudippunnu polundu. These constrictions are called knots of Ranvier. Knots of Ranvier. And this myelin sheath is formed of specialized cells called Schwann cells. പിന്നെ ഇതിൻ്റെ മേളിൽ there is a delicate protective covering, and this is called a neurolemma. And this protective covering outer to the myelin sheath is called a very delicate, and this is called a neurolemma. Lemma എന്ന് പറഞ്ഞാൽ മെമ്പറിൻ ആട്ടെ, പ്ലാസ്മ ലെമ്മ എന്ന് വെച്ചാൽ പ്ലാസ്മ മെമ്പറിൻ. അപ്പോൾ ഈ നെർവസ് സിസ്റ്റത്തിനകത്ത് ന്യൂറോൺ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നിസ്സാരമായിട്ട് എഴുതി വിടണം ന്യൂറോൺ എങ്ങനെയെന്ന് വെച്ചാൽ. But the nervous system consists of, it is composed of specialized cells, tissues, and these tissues are specialized for performing specific function. A specific function transmit signals along electric signals along the nerve, and nerve we could electric signals specialized structure cells are neurons. For our neuron structure, each neuron consists of a cell body and associated processes. For the cell body, each neuron consists of a cell body and associated processes. And the cell body is irregularly shaped. And inside the cell body, there is a cytoplasm, and the cytoplasm is called a nucleoplasm. And nucleoplasm contains a nucleus, and the nucleus contains the nucleolus and chromatin granules. And the nucleoplasm also contains the usual cell organelles like Golgi and mitochondria, endoplasmic reticulum. But it is devoid of centrioles, and hence neurons cannot divide. In addition to the usual cell organelle, the neurons contain certain special structures, and one of these structures is Nissl granules or Nissl bodies. They are granular bodies found in the nucleoplasm of neuron, and they are rough endoplasmic reticulum. They are rounded, rough endoplasmic reticulum, and their function is protein synthesis. The second organelle, which is characteristic of this neuron, is neurofibrils. They are cytoskeletal structures, and they are found only in cytoskeletal structures. In neuron, special cytoskeletal structures are called neurofibrils, and these neurofibrils help in the movement of especially the proteins ഇതിനകത്തും പിന്നെ ഇങ്ങോട്ടുമൊക്കെ മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ എന്താ പറയുന്നത്, ഇവിടെയുള്ള സിഗ്നൽസ് ഇല്ലേ, ഈ സിഗ്നൽസ് ഇങ്ങനെ പോയി ഇവിടെ ചെല്ലാൻ നേരത്ത് അതിനെ അടുത്ത ന്യൂറോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ചില ന്യൂറോ ഹോർമോൺസോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സോ വേണം. ന്യൂറോണിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് ആയതുകൊണ്ട് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ന്യൂറോ ഹോർമോൺസ് ആണ്, അതിൻ്റെയൊക്കെ സിന്തസിസ് നടത്തിയിട്ട് അവരെ ഇത് ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ആ മൂവ്മെൻറ്റിനെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നവരാണ് ന്യൂറോഫൈബ്രിൽസ്. പിന്നെ arising from the cell body there are various cytoplasmic processes. Some of the processes are short but branched. One of the extension is long but unbranched. The others are short but branched. The short branched cytoplasmic processes arising from the neuron is called dendrite. The function of the dendrite is to carry impulses towards the messages or information towards the cell body, and the function of the axon is to carry the impulses or the signal from the cell body to the synaptic end. ഇവിടുന്ന്
ഇങ്ങോട്ട് പോവാം. ഇവിടെ the junction between the cell body and the axon is called this. ഇവിടെ the junction between the cell body and the axon is called axon hillock. Axon hillock എന്ന് പറയുന്നത് ഈ axon hillock വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്ത് ദിസ് ഇസ് ദ സൈറ്റ് ഓഫ് എവിടെയാണ് ദ ഇമ്പൾസസ് ബിഗിൻസ് അറ്റ് ദിസ് പോയിന്റ്. എവിടെ? ഈ ആക്സോൺ ഹില്ലോക്കിലാണ് ഇമ്പൾസസ് തുടങ്ങുന്നത്. ഇമ്പൾസ് എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ, ഈ നെർവ്സിൽ കൂടെ പോകുന്ന സിഗ്നൽസിനെ മെസ്സേജിനെ നമ്മൾ ഇമ്പൾസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറഞ്ഞു തരാം. അതെല്ലാം ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽസ് ആണ്. ഇലക്ട്രിസിറ്റി മൂവ് ചെയ്യുന്ന പോലെ തന്നെയാണ്, വേവ് ലൈക്ക് മൂവ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ സിഗ്നല് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ആക്സോൺ ഹില്ലോക്കിലാണ്. ഇവര് വെറുതെ ഇരിക്കുമ്പോഴും ഇവർക്ക് ചാർജ് ഉണ്ട് കേട്ടോ. അതൊക്കെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. വെറുതെ ഇരിക്കുമ്പോഴും എന്നിട്ട് ഇവിടെ എന്താ പറയുന്നൊരു സിഗ്നൽ വരും. അപ്പൊ സിഗ്നൽ വരാൻ നേരത്ത് അവരത് റിസീവ് ചെയ്യുന്നു. ആ റിസീവ് ചെയ്യാൻ നേരത്തെ അവർക്ക് അത് മനസ്സിലാവും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ആക്സോൺ ഹില്ലോക്കിലാണ്. ആക്സോൺ ഹില്ലോക്ക് ഇസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ന്യൂറോൺ ആൻഡ് സെൽ ബോഡി ആൻഡ് ദ ആക്സോൺ. ഇവിടെ and it is the site at which the impulse begins. Impulse ഇവിടെയാണ് ബിഗിൻ ചെയ്യുന്നത്. ന്യൂറോണിൽ കൂടെയുള്ള മെസ്സേജ് അല്ലെങ്കിൽ സിഗ്നല് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. സിഗ്നൽ ഇങ്ങനെയാണ് പോകുന്നത്. ഇവര് ഇങ്ങോട്ട് കൊണ്ടുവരും, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ആൻഡ് ദ ആക്സോൺ is branched at its ends. ഈ ആക്സോണിന്റെ അറ്റം ഇങ്ങനെ ബ്രാഞ്ച് ചെയ്യും. The axon is branched at the end, and these axonal endings are called telodendrites. And these telodendrites in the tip is swollen. This is the telodendrite ends in certain knob-like structures. These branchings, I mean telodendrites, end in certain knob-like structures, and these knobs are called a synaptic knob or synaptic button. The axon is branched at its ends, and these axonal endings are called telodendrites, and the telodendrites end in certain knob-like structures called synaptic knob or synaptic button. The junction between cell body and the axon is called axon hillock. Axon hillock lana, thus impulse begins at the axon hillock, and the axon is covered by a membrane, and this membrane is called the myelin sheath, and it is formed of specialized cells called Schwann cells. And this myelin sheath is not continuous. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്തിട്ടാണ്. ആ ബ്രേക്കിന് അവിടെ ഒരു കുനിപ്പുണ്ട്. And this myelin sheath is broken up at regular intervals by certain constrictions. And these constrictions are called nodes of Ranvier. These constrictions are called nodes of Ranvier, and the space between adjacent the space between adjacent nodes are called internodes. ഈ രണ്ട് നോഡിന്റെ ഇടയ്ക്കുള്ള the space is called internodes. The space between adjacent nodes is called internodes. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചോണം. ഒരു ഇറഗുലർലി ഷേപ്ഡ് സെൽ ബോഡിയും ആ സെൽ ബോഡിയിൽ നിന്ന് ചെറിയ നാല് പോലെ അവരുടെ ജോലി എന്ന് വെച്ചാൽ പല സ്ഥലത്തൊന്നും ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ സിഗ്നൽസ് കളക്ട് ചെയ്ത് ആ സെൽ ബോഡി ഇറഗുലർലി ഷേപ്ഡാ എന്നിട്ട് നാല് പോലെ അങ്ങനെ പോവുക. പല സ്ഥലത്തൊന്നും എല്ലാം പിടിച്ചെടുത്തിട്ട് ഇവരുടെ കൊടുക്കും. ഇവരുടെ അത് കുറെ സിന്തസിസോ അതൊക്കെ നടക്കുന്നുണ്ട്. അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അതൊക്കെ ഉണ്ട്. എന്നിട്ട് അതിൽ നിന്ന് മെസ്സേജ് അടുത്തതിലോട്ട് കൊടുക്കുന്നത് ഒരു നാല് പോലെ കുറച്ച് നീണ്ടാണ് കിടക്കുന്നത്. ആ നീണ്ടു കിടക്കുന്ന ആൾ അടുത്ത ആളിന് കൊടുക്കുക ആ മെസ്സേജ്. ഇതിൽ കൂടെ വന്ന കമ്പി കൂടെ കറണ്ട് പോകുന്ന പോലെ തന്നെയാണ്. പിടിച്ചെടുക്കുന്നു, അടുത്തലോട്ട് കൊടുക്കുന്നു. അവർ ആ കൊടുക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കൈക്ക് നീളം കൂടുതലാണ്. അവരെ പറയുന്നത് ആക്സോൺ എന്നാണ്. ആക്സോണിന്റെ ടിപ്പിലാണ് ആ ഇവിടുന്നുള്ള അടുത്ത സിഗ്നൽ തുടങ്ങുന്നത്. ആക്സോണും
സെൽ ബോഡിയുടെ ആ ജംഗ്ഷനിലാണ്. ആ ജംഗ്ഷൻ പറയുന്നത് ആക്സോൺ ഹില്ലോക്ക് എന്ന്. ഇങ്ങനെ ആക്സോൺ ഇങ്ങനെ നീങ്ങുകയാണ്. പക്ഷെ അതിൻ്റെ അറ്റം വന്നിട്ട് കുറേ ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അറ്റം ഇങ്ങനെ ബ്രാഞ്ച്ഡ് ആണ്. ആ ആക്സോണൽ ബ്രാഞ്ചിങ്സ് ആർ കോൾഡ് ടീലോഡെൻഡ്രൈറ്റ്. ആ ടീലോഡെൻഡ്രൈറ്റിൻ്റെ അറ്റം ഇങ്ങനെ മഴിച്ച് സ്വെല്ലിങ് പോലെ ഇരിക്കും. അവരെ പറയുന്നത് സൈനാപ്റ്റിക് ബട്ടൺ ആണ്. പിന്നെ ഇതിനൊരു കോട്ടിംഗ് ഉണ്ട്. നമ്മുടെ ഇലക്ട്രിക് വയറിനെ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് കുഴച്ച പോലെ ആ സിഗ്നൽസ് സ്പ്രെഡ് ചെയ്ത് പോകാതിരിക്കുകയും സിഗ്നൽസ് വളരെ ഫാസ്റ്റായിട്ട് പോകണം. നമ്മൾ സ്വിച്ച് ഇട്ട് അപ്പം തന്നെ ലൈറ്റ് കത്തും. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് തൊട്ടാൽ നമുക്ക് പെട്ടെന്ന് ബ്രെയിനിൽ ആരെങ്കിലും വിളിച്ചു സെൻസർ വിളിച്ചു, പിന്നെ എന്നിട്ട് ബ്രെയിൻ നമുക്ക് അതൊക്കെ പറയാം, നമുക്ക് പഠിക്കാം. അപ്പം അത് വളരെ പെട്ടെന്ന് വരണം. അല്ലാതെ ഇത് തൊട്ട് പിറ്റേ ദിവസമല്ല നമുക്ക് മനസ്സിലാകേണ്ട. ശബ്ദം കേട്ട് കുറേ നേരം കഴിഞ്ഞിട്ടല്ല നോക്കണ്ട. പക്ഷെ നമ്മളങ്ങനെ ചെയ്യും. നമുക്ക് ബ്രെയിൻ ഭയങ്കര ബുദ്ധിയായതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഇഷ്ടമുള്ളവർ വിളിച്ച് പെട്ടെന്ന് നോക്കും, ഇഷ്ടമില്ലാത്തവർ വിളിച്ചാൽ കേൾക്കാത്തതുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ പണി. അപ്പം ഈ സിഗ്നൽസ് വളരെ ഫാസ്റ്റായിട്ട് പോകണം, സ്പ്രെഡ് ചെയ്ത് അടുത്തടുത്തൊക്കെ ഇതിരിക്കുക. നമ്മുടെ ബോഡിയിലൊരു 100 ബില്യൺസ് ഓഫ് നെർവ്സ് ആണ് ഈ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്, അതിലും കൂടുതലാണ്. അപ്പോൾ ഇത് സ്പ്രെഡ് ഈ സിഗ്നൽസ് സ്പ്രെഡ് ചെയ്ത് പോകരുത്, അടുത്തുനിന്നുള്ള പോകരുത്. അതിങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് അതിൽ കൂടി ഇങ്ങനെ പോകണം. അതിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടക്റ്റീവ് കവറിങ്. 2 തരത്തിലുള്ള നെർവ്സ് ഉണ്ട്. ചില നെർവ്സിന് ഈ മൈലിൻ ഷീത്ത് ഇല്ല. അങ്ങനെയുള്ള നെർവ്സിനെ നമുക്ക് അൺമൈലിനേറ്റഡ് അല്ലെങ്കിൽ നോൺ മൈലിനേറ്റഡ് നെർവ്സ് എന്ന് പറയാം. ഈ കോട്ടിംഗ് ഉള്ളവരെ നമുക്ക് മൈലിനേറ്റഡ് നെർവ്സ്. ആക്സോണിന് ഇഫ് ദർ ഇസ് മൈലിൻ ഷീത്തിന്റെ കോട്ടിംഗ്, ന്യൂറോൺ വിത്ത് മൈലിൻ കോട്ടിംഗ് ഇസ് കോൾഡ് മൈലിനേറ്റഡ് ന്യൂറോൺസ്. മൈലിനേറ്റഡ് ന്യൂറോൺസ്. മറ്റതിനെ നോൺ മൈലിനേറ്റഡോ അൺമൈലിനേറ്റഡ് എന്നോ പറയാം, ന്യൂറോൺസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ എഫിഷ്യൻസിയും സ്പീഡും ഇതിൽ കൂടെ പോകുന്ന ഇമ്പൾസസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ദാർ ഇസ് എ കോട്ടിംഗ് കോൾഡ് മൈലിൻ കോട്ടിംഗ് ഓർ മൈലിൻ ഷീത്ത്. പക്ഷെ ആ മൈലിൻ ഷീത്ത് കണ്ടിന്യൂസ് അല്ല, അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുറിഞ്ഞായിരിക്കും. അപ്പം അവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും കേട്ടോ. അവിടെ ഒരു നോഡ് പോലെ, ഒരു കൺസ്ട്രക്ഷൻ പോലെ ആയിരിക്കുന്നത്. ആൻഡ് ദിസ് കൺസ്ട്രക്ഷൻ ഈസ് കോൾഡ് നോഡ്സ് ഓഫ് റാൻഡിയർ. അതിൻ്റെ ഇടയ്ക്കുള്ളതിന് പറയുന്നത് ഇന്റർനോഡ് എന്ന്. ഇത് സ്പെഷ്യലൈസ്ഡ് സെൽസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ആ സെൽസിന് പറയുന്നത് ഷ്വാൻ സെൽസ്. അതിൻ്റെ മേളിൽ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഉണ്ട്, വളരെ ഡെലിക്കേറ്റ് ആയിട്ട്. ദാറ്റ് ഈസ് കോൾഡ് ന്യൂറിലെമ്മ. നീസൽ ഗ്രാനുൾസ്. പിന്നെ ഇവിടുന്ന് മെസ്സേജ് ഇങ്ങോട്ട് പോകും, ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. ഇതിൻ്റെ ടിപ്പിൽ ഇത് ടീലോഡെൻഡ്രൈറ്റും ടിപ്പിന് പറയുന്നത് സൈനാപ്റ്റിക് നോബ് എന്നോ സൈനാപ്റ്റിക് ബട്ടൺ എന്നോ പറയും.